നമസ്കാരം. നക്ഷത്രപരത്തിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് 2024 ജനുവരി 26. മേടം രാശി. അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യത്തെ കാൽഭാഗം. 4-ാം ഭാവത്തിലാണ് ചന്ദ്രൻ സഞ്ചരിക്കുന്നത്. 4-ാം ഭാവത്തിലെ സഞ്ചാരം ഉച്ച കഴിയുമ്പോൾ അത് അടുത്ത രാശിയിലേക്ക് പോകും. എന്തായാലും 4-ഉം 5-ഉം ആചാര്യന്മാർ അത്ര നല്ല അഭിപ്രായം പറയാത്ത സ്ഥിതിക്ക് സാമ്പത്തികമായ നേട്ടം ഒഴിച്ചുകൂടാൻ സാധിക്കില്ല. കാരണം 4-ലെ ചന്ദ്രൻ സാമ്പത്തികമായ ഗുണം കൊടുക്കും, സ്വന്തം ക്ഷേത്രത്തിൽ നിൽക്കുന്നതുകൊണ്ട്. പ്രത്യേകിച്ചും തങ്ങളുടെ തൊഴിലിടങ്ങളിൽ നിന്നും സാമ്പത്തിക നേട്ടം കാണുന്നുണ്ട്. പ്രവർത്തനങ്ങളിൽ മനസ്സിന് സായുജ്യമടയുന്ന അനുഭവങ്ങളും ഉണ്ടാകും. യാത്രയും ഗുണം കാണുന്നുണ്ട്. എന്നാൽ മാതാവുമൊത്തോ അല്ലെങ്കിൽ ഏറ്റവും വേണ്ടപ്പെട്ട രക്തബന്ധത്തിൽപ്പെട്ട ആളുകളുമൊത്തുള്ള യാത്ര അത്ര ആശ്വാസകരമല്ല എന്ന് കാണുന്നു. അത് കാര്യത്തിൽ മാത്രം ശ്രദ്ധിക്കുക. ഇടവം രാശി. ഇടവം രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ കാർത്തികയുടെ 2-ാമത്തെ മുക്കാൽ, രോഹിണി മകയിരത്തിൻ്റെ ആദ്യത്തെ അര. ഇവരെ സംബന്ധിച്ചിടത്തോളം 3-ാം ഭാവത്തിലാണ് ചന്ദ്രൻ്റെ സഞ്ചാരം. പക്ഷേ ഉച്ചയ്ക്ക് ശേഷം അത് 4-ാം ഭാവത്തിലേക്ക് പോകും. അപ്പോൾ സ്വാഭാവികമായും ഉച്ചവരെ ഈ രാശിക്കാർക്ക് വളരെ ഗുണകരമായിട്ടാണ് കാണുന്നത്. പ്രത്യേകിച്ചും തങ്ങളുടെ പ്രവർത്തന മേഖലകളിൽ കൂടുതൽ ഊർജ്ജസ്വലമായി പ്രവർത്തിക്കാൻ സാധിക്കുന്നു. ബന്ധുമിത്രാദികളുമായി സഹകരിച്ച് തങ്ങളുടെ ബിസിനസ് മേഖലയിലോ അല്ലെങ്കിൽ പ്രവർത്തന മേഖലയിലോ മുന്നോട്ട് പോകാൻ സാധിക്കും. സഹോദരന്മാരിൽ നിന്ന് ഗുണം കാണുന്നുണ്ട്. എന്നാൽ സഹോദരന്മാർക്ക് നേരിയ തോതിലുള്ള ശാരീരിക അവശത ഉണ്ടാകുമെന്നും കാണുന്നു. മകയിരത്തിൻ്റെ 2-ാമത്തെ അര, തിരുവാതിര പുണർതത്തിൻ്റെ ആദ്യത്തെ മുക്കാൽ ഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളം ഉച്ചവരെ തങ്ങളുടെ പ്രവർത്തനങ്ങളിൽ അങ്ങേയറ്റം ശ്രദ്ധ കാണിക്കണം. പ്രത്യേകിച്ചും ഉപയോഗിക്കുന്ന വാക്ക് ശ്രദ്ധിക്കുക. അത് തൊട്ടടുത്ത അയൽക്കാരുമായോ അല്ലെങ്കിൽ വീട്ടിലെ ഏറ്റവും വേണ്ടപ്പെട്ട ബന്ധുക്കളുമായോ വ്യക്തികളുമായോ ഒക്കെ ഏതെങ്കിലും തരത്തിലുള്ള അസ്വാരസ്യങ്ങൾക്ക് കാരണമാകുമെന്ന് കാണുന്നുണ്ട്. മാത്രമല്ല, ജലവുമായി ബന്ധപ്പെട്ട് സ്ത്രീകൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള അസുഖമുണ്ടാകാനുള്ള സാധ്യത കാണുന്നു. എന്നാൽ ഉച്ചയ്ക്ക് ശേഷം കൂടുതൽ ഗുണകരമായിട്ടാണ് കാണുന്നത്. സാമ്പത്തിക നേട്ടം, മനസ്സിനും ശരീരത്തിനും സന്തോഷം നൽകുന്ന അനുഭവങ്ങൾ ഉണ്ടാകുന്നു. യാത്ര കൊണ്ട് ഗുണം കാണുന്നുണ്ട്. പൊതുവേ ഉച്ചയ്ക്ക് ശേഷം ഗുണകരമാണ് ഈ രാശിക്കാർക്കിന്ന്. കർക്കിടകം രാശി. കർക്കിടകം രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ പുണർതത്തിൻ്റെ അവസാനത്തെ കാൽഭാഗം, പൂയം, ആയില്യം നക്ഷത്രങ്ങളാണ്. ഉച്ചവരെ ശാരീരികമായ ഗുണവും മനസ്സിന് സന്തോഷവുമൊക്കെ ഉണ്ടാകാം. ഒരുപക്ഷെ അത്രയും നേരത്തെ മനസ്സിൻ്റെ സന്തോഷം ഉച്ചയ്ക്ക് ശേഷം ചിലപ്പോൾ ചില സാഹസികമായ അവസ്ഥകൾക്ക് കാരണമായേക്കാം. അതുകൊണ്ട് അങ്ങേയറ്റം ശ്രദ്ധയോടുകൂടി ഓരോ കാര്യങ്ങളും ചെയ്യുക. മറ്റുള്ളവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന കാര്യങ്ങളിൽ പിന്നീട് പഴികേൽക്കേണ്ടി വരുന്ന ഒരവസ്ഥ കാണുന്നുണ്ട്. പ്രത്യേകിച്ചും ഉച്ചയ്ക്ക് ശേഷം സാമ്പത്തികമായിട്ട് ചില അനാമത്ത് ചിലവുകളും ഉണ്ടായേക്കാം. ചിങ്ങം രാശി. ചിങ്ങം രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ മകം, പൂരം, ഉത്രത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ദിവസം മധ്യാഹ്നത്തിന് ശേഷം പൊതുവെ ഗുണകരമായിട്ടാണ് കാണുന്നത്. അധിക ചെലവുള്ള ഒരു പ്രഭാതവും അല്ലെങ്കിൽ മധ്യാഹ്നത്തിന് മുൻപും അങ്ങനെ ഒരു അവസ്ഥ കാണുന്നുണ്ട്. അതുകൊണ്ട് ചെലവ് അങ്ങേയറ്റം ചുരുക്കി നിയന്ത്രണത്തിൽ കൊണ്ടുവരാൻ ശ്രമിക്കുക. സാമ്പത്തികമായി അനാമത്ത് ചിലവാണ് കാണുന്നത്. അല്ലെങ്കിൽ ഇഷ്ടപ്പെടാത്ത വ്യക്തികളുമായി സഹകരിക്കേണ്ടി വന്നേക്കാം. അവരുമായി ബന്ധപ്പെട്ട് മോശപ്പെട്ട വർത്തമാനങ്ങൾക്ക് കാരണമാകുന്ന അവസ്ഥകൾ ഉണ്ടാകാൻ സാധ്യത കാണുന്നു. അതുകൊണ്ട് അങ്ങേയറ്റം കരുതലോടുകൂടി ഓരോ കാര്യങ്ങളും ചെയ്യുക. കന്നിരാശി. കന്നിരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രത്തിൻ്റെ 2-ാമത്തെ മുക്കാൽ, അത്തം, ചിത്രയുടെ ആദ്യത്തെ അര. ഇവരെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികമായ നേട്ടം പൊതുവെ കാണുന്നുണ്ടെങ്കിലും അതിന് നേരത്തെ പ്ലാൻ ചെയ്ത് വച്ചതുപോലെ തന്നെ ചിലവും കാണുന്നുണ്ട്. എന്നാൽ കടം വാങ്ങേണ്ട ഒരവസ്ഥ കാണുന്നില്ല. അതുകൊണ്ട് തന്നെ ഏറ്റവും വലിയ ആശ്വാസകരമായ ഒരു കാര്യം ഇതിലുണ്ട്. കാരണം തങ്ങൾക്ക് കിട്ടുന്ന പണം തങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി ചിലവഴിക്കുന്നൊരവസ്ഥ കാണുന്നുണ്ട്. യാത്ര മധ്യാഹ്നത്തിന് മുൻപാണ് ഇവർക്ക് ഗുണകരമായിട്ട് കാണുന്നത്. ഒരു പ്രവർത്തനത്തിന് വേണ്ടി അന്നത്തെ മധ്യാഹ്നത്തിന് ശേഷം യാത്ര തിരിക്കുകയാണെങ്കിൽ അതൊരു പക്ഷേ ഗുണകരമായിട്ട് കാണുന്നില്ല. അതുകൊണ്ട് രാവിലെ തന്നെ കാര്യങ്ങൾ ഒട്ടും അമാന്തിക്കാതെ ചെയ്തു തീർക്കാൻ ശ്രമിക്കുക. തുലാം രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ ചിത്രയുടെ 2-ാമത്തെ അര, ചോതി, വിശാഖത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗമാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ദിവസം പൊതുവെ ഗുണകരമെന്ന് തന്നെ പറയാം. സാമ്പത്തിക നേട്ടവും പ്രവർത്തനങ്ങളിൽ വിജയവും. ഇവർ എന്തിനു വേണ്ടി ഇന്നത്തെ ദിവസം യാത്രയ്ക്ക് ഒരുമ്പെടുന്നുവോ അതെല്ലാം ലക്ഷ്യത്തിലെത്തുമെന്ന് തന്നെ കാണുന്നു. ഏറ്റവും വേണ്ടപ്പെട്ട വ്യക്തികളുമായി ഒരുമിച്ച് സഹപ്രവർത്തിച്ച് ചെയ്യുന്ന വർക്കുകളെല്ലാം തന്നെ ഗുണകരമായിട്ട് കാണുന്നു. അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ പല തീരുമാനങ്ങളും കൈക്കൊള്ളുന്നൊരു ദിവസം കൂടിയാണെന്ന്. അങ്ങനെ നോക്കുമ്പോൾ പൊതുവെ സാമ്പത്തിക ഗുണം, പ്രവർത്തനങ്ങളിൽ വിജയം, തങ്ങളുടെ ആഗ്രഹിച്ച കാര്യങ്ങൾ സാധിച്ചെടുക്കുന്ന ദിവസം, പൊതുവെ മനസ്സിന് സന്തോഷം നൽകുന്ന അനുഭവങ്ങൾ ഉണ്ടാകുന്ന ദിവസം ഗുണകരം. വൃശ്ചികം രാശി. വൃശ്ചികം രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ വിശാഖത്തിൻ്റെ അവസാനത്തെ കാൽഭാഗം, അനിഴം, കേട്ട നക്ഷത്രങ്ങളാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം
ഇന്നത്തെ ദിവസം 9-ാം ഭാവത്തിലും പിന്നീട് 10-ലുമായിട്ടാണ് ചന്ദ്രൻ്റെ സഞ്ചാരം. 9-ാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ യാത്രയ്ക്ക് ചെറിയ തടസ്സങ്ങളൊക്കെ ഉണ്ടാകാം. അതുപോലെ വിദ്യാഭ്യാസ സംബന്ധമായ കാര്യങ്ങളിലോ ഉപരിപഠനത്തിൻ്റെ കാര്യത്തിലോ ഒക്കെ മധ്യാഹ്നത്തിന് മുൻപ് ചിലപ്പോൾ നെഗറ്റീവായ ചില വാർത്തകൾ കേട്ടെന്ന് വന്നേക്കാം. എന്നാൽ മധ്യാഹ്നത്തിന് ശേഷം പല കാര്യങ്ങളും ഇവർക്ക് അനുകൂലമായിട്ടാണ് കാണുന്നത്. പ്രത്യേകിച്ചും അവരുടെ പ്രവർത്തന മേഖലയിൽ അല്ലെങ്കിൽ തൊഴിൽ മേഖലയിൽ അവർക്ക് കൂടുതൽ ആശ്വാസകരമായ വർത്തമാനങ്ങൾ കേൾക്കാൻ ഇടവരും. ധനുരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളം ചില തടസ്സങ്ങൾ ഉണ്ട്. പ്രത്യേകിച്ച് മധ്യാഹ്നത്ത് വരെ വളരെ കാര്യങ്ങൾ ശ്രദ്ധിച്ച് ചെയ്യേണ്ടതായിരിക്കുന്നു. ചിലപ്പോൾ തെറ്റായ ചില പാതകളിലൂടെയോ തെറ്റിദ്ധരിക്കപ്പെട്ട ചില അവസ്ഥകളിലോ ഇവിടെ സഞ്ചരിക്കേണ്ടി വന്നേക്കാം. അത് പ്രവർത്തനങ്ങളെയും മനസ്സിനെയും ബാധിക്കാനുള്ള സാധ്യത കാണുന്നു. സാമ്പത്തികം ഇന്ന് പകൽ ഇവർക്ക് കിട്ടാനുള്ള സാധ്യത ബുദ്ധിമുട്ടാണ്. ഏകദേശം വൈകുന്നേരത്തോടു കൂടി മാത്രമേ ഇന്ന് ഇവരുടെ സാമ്പത്തികമായ കാര്യങ്ങൾ അനുകൂലമാവുകയുള്ളൂ. പിതാവുമായി ബന്ധപ്പെട്ടോ പിതാവിൻ്റെ സമ്പത്തോ അല്ലെങ്കിൽ അവിടെ നിന്ന് കിട്ടുന്ന ധനപരമായ നേട്ടങ്ങളോ ഇവർക്ക് മധ്യാഹ്നത്തിന് ശേഷം ഗുണകരമായി വരുന്നത് കാണാം. എന്നാൽ പിതാവിന് ശാരീരികമായ അവശത കാണുന്നു. വാഹനമെടുക്കുമ്പോഴും സൂക്ഷിക്കുക. മകരം രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രാടത്തിൻ്റെ 2-ാമത്തെ മുക്കാൽ, തിരുവോണം, അവിട്ടത്തിൻ്റെ ആദ്യത്തെ അര. ഇവരെ സംബന്ധിച്ചിടത്തോളം മധ്യാഹ്നം വരെ വളരെ ഗുണകരമായിട്ടാണ് കാണുന്നത്. ഇഷ്ടപ്പെട്ട വ്യക്തികളുമൊത്ത് സഹവസിക്കാനും അവരിൽ നിന്ന് മനസ്സിന് സന്തോഷം നൽകുന്ന അനുഭവങ്ങൾ ഉണ്ടാകാനും സാധ്യത. ഒരുപക്ഷെ പരസ്പരം പ്രണയിക്കുന്നവർക്ക് കാണാൻ കിട്ടുന്ന ഒരവസരം കൂടിയാണിത്. അങ്ങനെ മാനസിക സന്തോഷത്തിന് വഴിയൊരുങ്ങുന്നു. വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അവർക്ക് മനസ്സിന് ഇണങ്ങുന്ന വർത്തമാനം കേൾക്കാൻ സാധിക്കുന്ന ദിവസമാണ്. എന്നാൽ മധ്യാഹ്നത്തിന് ശേഷം ഇതിലൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള തടസ്സമോ പ്രശ്നങ്ങളോ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ശുഭകരമായ ഏത് കാര്യങ്ങളും ഇന്നത്തെ ദിവസം ആലോചിക്കുന്നെങ്കിൽ അത് മധ്യാഹ്നത്തിന് മുൻപ് ആലോചിക്കുന്നത് നല്ലതായിരിക്കും. സാമ്പത്തികമായി അധിക ചിലവ് കാണുന്നു. ജലജന്യമായ അസുഖങ്ങൾ വേണ്ടപ്പെട്ടവർക്കുണ്ടാകാനും ഇടയുണ്ട്. കുംഭം രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ പൊതുവെ ഇന്നത്തെ കുംഭം രാശിയിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം അവർക്ക് കണ്ടകശനിയും വ്യാഴമൊക്കെ അനുകൂല സ്ഥലത്തൊന്നുമല്ല സഞ്ചരിക്കുന്നത്. അതുകൊണ്ട് ശ്രദ്ധിക്കണം. ഇന്നത്തെ ദിവസം ഇവർക്ക് 6-ലാണ് ചന്ദ്രൻ്റെ സഞ്ചാരം. അത് പൊതുവെ ഗുണകരം തന്നെയാണ്. ഏറ്റവും പ്രധാനം, തങ്ങൾക്ക് സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടിട്ടുണ്ടെങ്കിൽ അപ്രതീക്ഷിതമായ വ്യക്തികളിൽ നിന്ന് സഹായം കിട്ടാനുള്ള സാധ്യത കാണുന്നു. കടം ചോദിച്ചിരുന്നവർ ഇന്ന് രാവിലെ വരെ നോ പറയുകയും അതിനുശേഷം യെസ് പറയുകയും ചെയ്യുന്നൊരവസ്ഥ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അപ്രതീക്ഷിതമായി ഇന്ന് ഇവർക്ക് സാമ്പത്തിക നേട്ടം ഉണ്ടാകുന്നു എന്ന് തന്നെ പറയാം. അത് കടബാധ്യതയിൽ നിന്ന് ഇവർക്ക് മോചനം കൊടുക്കുകയും ചെയ്യും. പൊതുവെ ഗുണകരമാണ് ഇന്നത്തെ ദിവസം കുംഭം രാശിക്കാർക്ക്. മീനം രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ പൂരുരുട്ടാതിയുടെ അവസാനത്തെ കാൽഭാഗം, ഉത്രട്ടാതി, രേവതി നക്ഷത്രങ്ങളാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം മാതാവിന് ചെറിയ അവശത കാണുന്നുണ്ട്. അതുപോലെ തന്നെ സന്താനങ്ങൾക്കും ചെറിയ ചില പ്രത്യേകിച്ചും വിദ്യാഭ്യാസ സംബന്ധമായ കാര്യങ്ങളിൽ തടസ്സമോ പ്രശ്നമോ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നു. 5-ാം ഭാഗ്യത്തിൻ്റെ അധിപൻ അവിടെ തന്നെ നിൽക്കുന്നത് കൊണ്ട് സ്വാഭാവികമായിട്ടും ഭാഗ്യം അനുകൂലമാകുന്നതിനാൽ എന്തു ദോഷം വന്നാലും അതൊക്കെ പരിഹരിക്കപ്പെടുമെന്ന് കാണണം. യാത്ര ഗുണകരമായിട്ട് കാണുന്നു. സാമ്പത്തിക നേട്ടവും കാണുന്നുണ്ട്. അല്പം ശ്രദ്ധിക്കേണ്ടത് വിദ്യാഭ്യാസ സംബന്ധമായ കാര്യങ്ങളിൽ ചെറിയ തടസ്സങ്ങൾ ഉണ്ടാകുന്നത് കൊണ്ടുള്ള മാനസിക വിഷമത്തിൽ നിന്നും ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുക സന്താനങ്ങളെ, അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാരെ തന്നെ. അത്തരം കാര്യങ്ങളിൽ മാത്രമേ ഒരു ദോഷം കാണുന്നുള്ളൂ മീനം രാശിക്കാർക്ക് ഇന്നത്തെ ദിവസം. ഇതോടുകൂടി ഇന്നത്തെ നക്ഷത്രഫലം ഇവിടെ പൂർണ്ണമാവുകയാണ്. എല്ലാവർക്കും അതിമനോഹരമായൊരു ദിവസമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. വീണ്ടും കാണാം അടുത്ത ദിവസം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.